ഹലോ. അപ്പോൾ ഒരു ബ്രെഡ് ഷവർമ, അതിലോട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒരു പ്ലേറ്റിലോട്ട് ആഡ് ചെയ്യാം. അതിൽ എൻ്റെ ഹൈലൈറ്റാണ് ഈ പൊട്ടാറ്റോ ഫ്രൈ. അങ്ങനെ അവർ ചേർക്കാറൊന്നുമില്ല. പിന്നെ പച്ചക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അങ്ങനെ മിക്സ് ചെയ്ത മസാലയിലോട്ട് നമ്മൾ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലായിരുന്നു. ഇതിൽ പൊട്ടാറ്റോയിലും ചിക്കനിലും ഒക്കെ ഉപ്പ് ചേർത്തതാണ്. ഇത്ര ഉപ്പ് ചേർത്തിട്ടുള്ളൂ, എന്നാലും ഒരു പൊടിക്ക് കൂടുതലാണ്, ഒന്ന് ശ്രദ്ധിച്ച് ചേർക്കുക. പിന്നെ പെപ്പർ പൗഡർ, പിന്നെ സോസ്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സോസുമായിട്ട് അത് ഒട്ടും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഫോൺ ഒന്ന് വെച്ച് ഒന്നങ്ങ് ബാഹുബലിയായതാണ്. അപ്പോൾ സോസ് ഒന്നായിട്ട് നമ്മുടെ മസാലയോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരുവിധം അതൊക്കെ കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് അതിലോട്ട് കുറച്ച് മയോണൈസും കൂടെ ചേർത്ത് മിക്സ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷവർമ റെഡിയാക്കാൻ പോകുന്നത് ബ്രെഡിലാണ്. അതിന് വേണ്ടി ബ്രെഡ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യുക. ബട്ടർ ഉപയോഗിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ടോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നേരത്തെ മെയിനായി എടുത്ത സോസ് അവിടെ ഉണ്ട്. അപ്പം ഇനി ബ്രെഡിൽ തേക്കാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ ബ്രെഡിലും തേച്ച് അതിൻ്റെ മുകളിലും മസാലയും തേച്ച് മറ്റൊരു ബ്രെഡ് വെച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിടുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. അതിനൊരു തുള്ളി ഉപ്പ് മുന്നേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാധനം അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇഷ്ടപ്പെടാത്തവരും ഒന്നങ്ങ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. വലിയ റിസ്ക് ഒന്നുമില്ല, ഒന്ന് ചെയ്ത് വെക്കോ. അപ്പോൾ ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.